സന്ദീപിനോടുള്ള നിന്റെ വാശിയാ ഇതിന് നിന്നെ പ്രേരിപ്പിച്ചെന്ന് എനിക്കറിയാം. നമുക്ക് കിട്ടാനുള്ളതൊക്കെ തട്ടിയെടുത്ത ആ അവന്തികയുടെ പിന്നാലെ ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ നടക്കുന്ന എന്റെ ഭർത്താവിനോടുള്ള വാശിയും വൈരാഗ്യവും തന്നെയാ എന്നെ ഈ തീരുമാനത്തിൽ എത്തിച്ചത്. ഞാൻ പോയിട്ട് വരാവേ. അനക്കെ മോളുടെ ഡ്രസ്സ് ഞാൻ കഴുകി പിൻവശത്തെ അയലിട്ടിട്ടുണ്ട്. ഉണങ്ങുമ്പോ ഒന്ന് മടക്കി വെച്ചേക്കണേ. ഏട്ടൻ അമ്പലത്തിലേക്ക് ഏത് വഴിയാ പോകുന്നേ? ആൽത്തറക്കവല വഴിയാണോ? വേണമെങ്കിൽ അത് വഴി പോവാം. എന്താ കാര്യം? എന്നെ ആൽത്തറക്കവലയിൽ ഇറക്കിയാ മതി. ഞാൻ അവിടുന്ന് ബസ്സിൽ പൊക്കോളാം. അല്ലെങ്കിൽ ഓഫീസിൽ ചെല്ലാൻ ലേറ്റ് ആവും. കേറിക്കോ. എന്താ അമ്മേ? അല്ലടി, എനിക്ക് അവന്റെ സംസാരത്തിൽ എന്തോ സംശയം തോന്നുന്നു. അർച്ചനയെ കുറിച്ച് എന്തെങ്കിലും അവന് വിവരം കിട്ടിയോന്ന്? അതെന്താ അങ്ങനെ തോന്നാൻ? എടി, എല്ലാ വർഷവും ഈ ദിവസം അവൻ അമ്പലത്തിൽ പോകുമ്പോ അവൻ എന്നെയും കൂട്ടിയല്ലേ പോവാറ്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു സന്തോഷം അവന്റെ കണ്ണ് ഞാൻ കണ്ടടി. അതമ്മക്ക് തോന്നിയതാ. ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോയി അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ട, എന്റെ അർച്ചന ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്, അല്ലേ? ആ പറഞ്ഞതിന് ഒരു വല്ലാത്ത ശക്തി ഉണ്ടായിരുന്നു അവന്. അർച്ചനയെടുത്തി മരിച്ചു എന്ന് പറഞ്ഞ് ബലിയിടാൻ പോയത് ആന്റി അല്ലേ? അതുപോലത്തെ പ്രാർത്ഥന ഇനി വേണ്ടെന്നായിരിക്കും ഏട്ടൻ ഉദ്ദേശിച്ച്. അത് ശരിയാ. ഏട്ടത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞു പോയിട്ട് തിലഹോമം നടത്തുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. അമ്മേ, സച്ചേട്ടന്റെ മനസ്സിലെ അർച്ചനടുത്ത് മരിച്ചിട്ടില്ല, ഒരിക്കലും മരിക്കുകയുമില്ല. എന്തായാലും സച്ചേട്ടൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതുകൊണ്ട് ആതിരയ്ക്കൊരു ലിഫ്റ്റ് കിട്ടി. അത് ശരിയാ. അവിടെ തന്നെ എനിക്ക് ഒരു ജോലിക്ക് ശ്രമിക്കാന്ന് ആതിര പറഞ്ഞിട്ടുണ്ട്. സന്ദീപന്റെ സഹായം ഇല്ലെങ്കിലും ആതിര പിടിച്ചു നിൽക്കും. അക്കാര്യത്തില് അർച്ചനയുടെ അനിയത്തി തന്നെ ആതിര. അമ്മ ഞങ്ങള് പറഞ്ഞത് വല്ലതും കേട്ടോ? എന്താ എന്താ പറഞ്ഞേ? ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടല റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന്. ആഹാ, എന്നാ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. വാ ആന്റി. പക്ഷേ ഇപ്പൊ എനിക്ക് പഴയ പോലെ നിരാശയില്ലമ്മേ. അർച്ചന തിരിച്ചു വരുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. ഇത് ആര് കൊണ്ടുവന്നതാ? അമ്മേ, ഇത് സച്ചങ്ങൾ ആരതി ആന്റിയും കൂടെ കൊണ്ടുവന്നതാ. താനത് എവിടെ പോന്നു? എനിക്കൊന്ന് അമ്പലം വരെ പോണം. താൻ ആള് കൊള്ളാലോ. നേരത്തെ പറഞ്ഞത് ഞാനിവിടെ വരുമായിരുന്നല്ലോ. അത് പിന്നെ ഗൂഗിളിന്റെ തിരക്ക് എനിക്ക് അറിഞ്ഞൂടെ. ഓഫീസിൽ പോകാനുള്ള ആളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ പറയാതിരുന്നേ. ഇന്ന് ഞാൻ കോടതിയിൽ പോകുന്നില്ല, വേറെ 1-2 മീറ്റിങ്ങുകൾ, അത് മാത്രം.
താൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി ഇറങ്ങാം. അയ്യോ ഗൂഗിൾ, ഇനി ലേറ്റായ രാവിലത്തെ പൂജ കഴിയും. ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എടോ, ഒരു 5 മിനിറ്റ് മതി. സോറി ഗൂഗിൾ, ഇപ്പൊ തന്നെ ലേറ്റായി. ചെല്ലുമ്പോ നട അടയ്ക്കാതിരുന്ന ഭാഗ്യം. നമുക്കൊരുമിച്ച് വേറൊരു ദിവസം പോവാം. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താൻ പോയിട്ട് വാ. ശരി. സമൃദ്ധ അമ്പലത്തിൽ പോയതാണോ? ആ അതെ, രാജീവ് ജോഗിങ്ങിന് പോവാണ്. ആ, ഒരുപാട് വെട്ടും കുത്തും കിട്ടിയല്ലേ അളിയാ. ഈ തടി സെറ്റാക്കണ്ടേ? എക്സസൈസും ജോഗിങ് ഒക്കെ പഴയതുപോലെ തുടങ്ങണം. അളിയന് ഈയിടെയായിട്ട് നല്ല തടി കൂടുന്നുണ്ട്. എന്റെ കൂടെ പോരണേ പോരെ? ഇല്ല, രാജീവ് ചെല്ലേ. ആ രാജീവേട്ടാ, ആ, ചായ കുടിച്ചിട്ട് പോവാം. ചായ വന്നിട്ട് കുടിക്കാം. ഞാൻ ഇറങ്ങാം. ഇപ്പൊ തന്നെ പോയില്ലെങ്കിൽ ശരിയാവൂല. ശരിയല്ലേ? ആ, സമൃദ്ധ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെയാണല്ലോ രാജീവേട്ടന് ഇറങ്ങുന്നത്. ഇനി ഇവര് രണ്ടുപേരും കൂടി ഒത്തുകൊണ്ടുള്ള യാത്രയാണോ ഇത്? ഇയാളുടെ ജോഗിങ്ങും അവളുടെ അമ്പലത്തിൽ പോക്കും കണ്ടുപിടിച്ചോളാം ഞാൻ. നീ വല്ലാതെ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തില് ആരായിട്ടാ മാറിപ്പോവാത്തെ? ഇഷ്ടപ്പെട്ട് വെട്ടിപ്പിടിച്ച ജീവിതം ഒരു ദിവസം നമ്മളെ നോക്കി ഒരു വേട്ടപ്പെട്ടി പോലെ കടിച്ചു കീറാൻ തക്കം പാത്ത് നിൽക്കുമ്പോ ആദ്യം നമ്മൾ ശ്രമിക്കുക പ്രാണൻ രക്ഷിക്കാനല്ലേ? ജീവൻ നിലനിന്നാലല്ലേ ജീവിതത്തോട് നമുക്ക് പോരാടാൻ പറ്റൂ. നീ ഇപ്പൊ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാ. ഈ ജോലി എനിക്കൊരു പിടിവള്ളിയാ, നട്ടല് നിവർത്തി നിൽക്കാൻ. നീ ജോലിക്ക് പോയി സമ്പാദിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏട്ട ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ ജോലിക്ക് പോകുന്ന കാര്യം ആദ്യം കേട്ടപ്പോ കുടുംബം സംരക്ഷിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോവുകയാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ തീരുമാനമാണ് ശരിയെന്ന്. എത്ര കാലം ഈ ഭാരം ഏട്ടന് ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റുന്നേ? ഒരു കുടുംബമാവുമ്പോ അവരവരുടെ ഉത്തരവാദിത്വം എല്ലാവരും നിറവേറ്റണം. എനിക്ക് എന്തേലും കാര്യത്തിൽ സഹായിക്കാൻ പറ്റിയ അതിലും വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. നീ ജോലിക്ക് പോകുന്ന ആ ചിട്ടി കമ്പനി എങ്ങനെയുണ്ട്? സേഫ് ആണല്ലോ അല്ലേ? ദൈവവിശ്വാസിയായ ഒരാളാ ഇതിന്റെ മുതലാളി കനകാംബരൻ സാറ്. ഒരുപാട് ജോലിക്കാരുണ്ട് അവിടെ. തരക്കേടില്ലാത്ത ശമ്പളവും കിട്ടും. എവിടെ പോയാലും നമുക്ക് നമ്മുടെ ജോലി നോക്കിയാ പോരെ. സന്ദീപനോടുള്ള നിന്റെ വാശിയാ ഇതിന് നിന്നെ പ്രേരിപ്പിച്ചെന്ന് എനിക്കറിയാം. നമുക്ക് കിട്ടാനുള്ളതൊക്കെ തട്ടിയെടുത്ത് ആ അവന്തികയുടെ പിന്നാലെ ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ നടക്കുന്ന എന്റെ ഭർത്താവിനോടുള്ള വാശിയും വൈരാഗ്യവും തന്നെയാ എന്നെ ഈ തീരുമാനത്തിൽ എത്തിച്ചത്.